ഹലോ, ഗുഡ് മോർണിംഗ് എവരി വൺ. നമുക്കിനി സാലറീൻ്റെ നെക്സ്റ്റ് ഒരു പുതിയ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞു, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എല്ലായ്പ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന തിയറി ആയിട്ടും ഒക്കെ. ഇനിയിപ്പോൾ പ്രോബ്ലം ആണെങ്കിലും ഇതിലെ കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലായ്പ്പോഴും വളരെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്, അലവൻസസ്. അപ്പം ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഇത് പോകട്ടെ. കണ്ട ഇൻട്രൊഡക്ഷന്, പിന്നെ അലവൻസസ്, പെർക്വിസിറ്റ്സ്, അങ്ങനെ പോവാം. ഓക്കെ. അപ്പം പ്രോബ്ലം ഞാൻ ഈ തിയറി കഴിഞ്ഞിട്ടാണ് പ്രാക്ടീസസ് തുടങ്ങുള്ളൂ. അപ്പോൾ തിയറി വശങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ട് പോവാം. ഓക്കെ, നല്ല പ്രോബ്ലം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം അലവൻസ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അല്ലെങ്കിൽ ഫസ്റ്റത്തെ ക്ലാസ്സിൽ, സാലറീൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അലവൻസ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം. അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഗുലർ ബേസിൽ അല്ലേ, എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേക കാര്യം, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഗുലർ ബേസിൽ കൊടുക്കുന്ന എമൗണ്ടാണ് എന്ത്, അലവൻസസ്. ആ അലവൻസസ് 3 തരമുണ്ട്. ഏതൊക്കെയാണ്? പാർട്ട്ലി എക്സംപ്റ്റഡ് അലവൻസ്, ദെൻ ഫുള്ളി ടാക്സബിൾ അലവൻസ്, ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്. ഏതൊക്കെയാണ്? പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസ് മീൻസ് ഓർ പാർട്ട്ലി എക്സംപ്റ്റഡ് അലവൻസ്, ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്, ഫുള്ളി ടാക്സബിൾ അലവൻസ്. അപ്പം ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. തിയറിക്കൊക്കെ ചോദിക്കാറുണ്ട് അലവൻസസ്. അപ്പം അലവൻസ് എന്ന് പറഞ്ഞാൽ ഒരു റെഗുലർ ബേസിൽ ഒരു പ്രത്യേക ആവശ്യം മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന എമൗണ്ടാണ് അലവൻസ്. അത് 3 തരമാണ്. ദർ ആർ 3 ടൈപ്സ് ഓഫ് അലവൻസ്. ഫസ്റ്റ് വൺ ഈസ് പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസ്, അതായത് കുറച്ച് ഭാഗം എക്സംപ്റ്റഡ്, ബാക്കി ടാക്സബിൾ. ഓക്കെ. രണ്ടാമത്തെ ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്. ഫുള്ളി എക്സംപ്റ്റഡ് ആണ്, ഒരൊറ്റ നയാ പൈസ ടാക്സ് കൊടുക്കേണ്ട, മുഴുവൻ എക്സംപ്റ്റഡ് ആണ്. ലാസ്റ്റത്തെ ഫുള്ളി ടാക്സബിൾ അലവൻസ്. അതിൽ നിന്ന് ഒരു പൈസ പോലും നമുക്ക് കുറക്കാൻ കഴിയില്ല, ഫുള്ളി ടാക്സബിൾ. ഒരു 10,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 10,000 രൂപക്ക് നമ്മൾ എന്ത് കൊടുക്കണം? 10,000 രൂപ ടാക്സ് നമ്മൾ കൊടുക്കണം. ഓക്കെ. പാർട്ട്ലി എന്ന് പറയുമ്പം കുറച്ച് കൊടുത്താൽ മതി, ഭാഗികമായിട്ട് കൊടുത്താൽ മതി, മറ്റേ നമുക്ക് എക്സംഷൻ കിട്ടും. ഫുള്ളി എക്സംപ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു നയാ പൈസ പോലും ടാക്സ് കൊടുക്കണ്ട. ഫുള്ളി ടാക്സബിൾ എന്ന് പറഞ്ഞാൽ ഒരു പൈസ പോലെ ഒന്നും കുറക്കാൻ കഴിയില്ല, മുഴുവൻ നമ്മൾ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. അപ്പം 3 തരം അലവൻസ് ആണ്: പാർട്ട്ലി എക്സംപ്റ്റഡ്, ഫുള്ളി എക്സംപ്റ്റഡ്, ഫുള്ളി ടാക്സബിൾ. ഓക്കെ. നമുക്ക് പാർട്ട്ലി എക്സംപ്റ്റഡ് അലവൻസ് നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ. പാർട്ട്ലി എക്സംപ്റ്റഡ് അലവൻസ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഒരുപാടുണ്ട്, അപ്പോൾ എല്ലാം കൂടി കൺഫ്യൂസ്ഡ് ആവരുത്. പാർട്ട്ലി എക്സംപ്റ്റഡ് അലവൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ, അതിലും 3 കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ട്. HR വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലം, സാലറീൻ്റെ പ്രോബ്ലം, ഇനിയിപ്പോൾ ഇൻകം ടാക്സിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ HRൻ്റെ കാൽക്കുലേഷൻ ഇല്ലാത്തൊരു പ്രോബ്ലം ഈ സാലറീൻ്റെ ആയിക്കോട്ടെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഇനിയിപ്പോൾ ടോട്ടൽ ഇൻകം കാണാനാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് നെക്സ്റ്റ് GSTയിലൊക്കെ പഠിക്കാനുണ്ട്. HRൻ്റെ കാൽക്കുലേഷൻ ഇല്ലാത്ത പ്രോബ്ലം ടാക്സിൽ, സാലറീൻ്റെ കേസിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിനാണെങ്കിൽ ചോദിക്കൽ വളരെ റെയർ ആയിരിക്കും. ഇത് സെപ്പറേറ്റും ചോദിക്കാറുണ്ട് 4 മാർക്കിനൊക്കെ. കാൽക്കുലേഷൻ ഓഫ് HR, ഹൗസ് റെൻറ്റ് അലവൻസ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് HR. നെക്സ്റ്റ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, സ്പെഷ്യൽ അലവൻസ്. ഇങ്ങനെ 3 തരം അലവൻസസ് ആണ് പ്രധാനമായിട്ട് ഏതിലുള്ളത്? പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസ്, പാർട്ട്ലി എക്സംപ്റ്റഡ് അലവൻസ്. പാർട്ട്ലി ഭാഗികമായിട്ട് എക്സംഷൻ ഉള്ളൂ, കുറച്ച് പൈസ എന്ത് കൊടുക്കേണ്ടി വരും? ബാക്കി പൈസ ടാക്സ് കൊടുക്കേണ്ടി വരും. അതാണ് പാർട്ട്ലി എക്സംപ്റ്റഡ് അലവൻസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ നമ്മൾ ഹൗസ് റെൻറ്റ് അലവൻസ്, HR ആണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത്. മക്കളെ ശരിക്കും ശ്രദ്ധിക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹൗസ് റെൻറ്റ് അലവൻസ്. അതിന് മീനിങ്ങും കാൽക്കുലേഷനാണുള്ളത്. ആദ്യം അതിൻ്റെ മീനിങ് നോക്കാം. HR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അലവൻസ് ഗിവൺ ടു എംപ്ലോയീസ് ഫോർ മീറ്റിംഗ് ഹിസ് എക്സ്പെൻഡിച്ചർ ഫോർ പേയിങ് ഓഫ് ഹിസ് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ. ഇപ്പോൾ എംപ്ലോയി എന്തെങ്കിലും, ഇപ്പോൾ എംപ്ലോയി ജോലി ആവശ്യാർത്ഥം നമ്മളൊരു വീടെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ വീടിന് വരുന്ന എക്സ്പെൻഡിച്ചറാണെന്ത്? ഹൗസ് റെൻ്റ് അലവൻസ്. ഓക്കെ. ഇഫ് ആൻ എംപ്ലോയി ലിവിങ് ഹിസ് ഓൺ ഹൗസ് ആൻഡ് റിസീവിങ് HR ഈസ് ഫുള്ളി ടാക്സബിൾ. ഇൻ കേസ് ഓഫ് ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട് ജഡ്ജസിന് കേസിൽ HR എന്താണ്? ഫുള്ളി എക്സംപ്റ്റ് ആണ്. അതായത് ഒന്നുകൂടി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ചിലപ്പം എൻ്റെ വീടും എൻ്റെ ജോലി സ്ഥലം തമ്മിൽ ഒരുപാട് കിലോമീറ്റേഴ്സ് ഡിഫറൻസ് ഉണ്ടാവും, ഡിസ്റ്റൻസ്, ദൂരം ഉണ്ടാവും. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും എനിക്ക് എൻ്റെ ജോലി ഒരു വളരെ സൗകര്യപ്രദമായ രീതിയിൽ എനിക്ക് രാവിലെ ഡ്യൂട്ടിക്ക് പോയി വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്താൻ വേണ്ടി എന്ത് ചെയ്യും? ആ ജോലി ചെയ്യുന്ന ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ആ സറൗണ്ടിങ്സിൽ ഞാൻ എന്ത് ചെയ്യും? ഒരു താമസ സൗകര്യം ഞാൻ സെറ്റപ്പ് ചെയ്യും, അല്ലേ? അങ്ങനെ സെറ്റപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ആ വീടിന് റെൻറ്റ് ഞാൻ കൊടുക്കും, അല്ലേ? അപ്പോൾ ഞാൻ ആ റെൻറ്റ് കൊടുക്കുമ്പോൾ എനിക്കതിന് എൻ്റെ എംപ്ലോയർ ചില
എമൗണ്ട് എനിക്ക് അതിൻ്റെ കണക്കനുസരിച്ച് ചില എമൗണ്ട് എനിക്ക് തരും. അതിനെ വിളിക്കുന്ന പേരാണ് ഹൗസ് റെൻ്റ് അലവൻസ്. എനിക്ക് ആ വീടിൻ്റെ റെൻറ്റ് കൊടുക്കുമ്പോൾ എനിക്ക് എൻ്റെ എംപ്ലോയർ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പൈസ ചിലപ്പോൾ എനിക്ക് തരും. ആ കാൽക്കുലേഷൻ അക്കോർഡിംഗ് ടു ദി റൂൾസ് ആൻഡ് നോംസ് അല്ലേ. അപ്പോൾ റൂൾസും നോംസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, എംപ്ലോയർ നമുക്ക് എന്തെങ്കിലും അലവൻസസ് ആയിട്ട് തരും. ആ അലവൻസസ് ആണ് ഹൗസ് റെൻ്റ് അലവൻസസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ നമ്മൾ ജോലി ആവശ്യാർത്ഥം നമ്മൾ പുറത്ത് പോയി വീട് എടുക്കുകയാണെങ്കിൽ ആ വീടിന് നമ്മുടെ എംപ്ലോയർ നമുക്ക് സഹായമായിട്ട് തരും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഹൗസ് റെൻ്റ് അലവൻസ്. ഓക്കെ, ഇതിന് കാൽക്കുലേഷനാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ശരിക്കും ശ്രദ്ധിക്കുക. കാൽക്കുലേഷൻ ഫസ്റ്റ് ആക്ച്വൽ എമൗണ്ട് ഓഫ് HR റിസീവ്ഡ്. ഓക്കെ, ആക്ച്വൽ എമൗണ്ട് ഓഫ് HR റിസീവ്ഡ് എന്നുള്ളത് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ കാണാതെ പഠിക്കണം ഈ 3 കണ്ടീഷൻസ്. ഈ 3 കണ്ടീഷൻസിൽ ദ അലവൻസസ് ഈസ് എക്സെംപ്റ്റ് ഫ്രം ടാക്സ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ലീസ്റ്റ് ഓഫ് ദി 3 കണ്ടീഷൻ. ഈ 3 ഏറ്റവും ലീസ്റ്റായ എമൗണ്ടാണ് എന്ത്, എക്സംഷൻ കിട്ടുക, ഏറ്റവും ചെറിയ എമൗണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ 3 കണ്ടീഷൻ പറഞ്ഞു. ഈ 3 കണ്ടീഷനും ഈ കണ്ടീഷന് ഇതിൽ പറഞ്ഞ ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 ഏറ്റവും ചെറിയ എമൗണ്ട് നമുക്ക് ഏതാണ് കിട്ടുന്നത്, ആ എമൗണ്ടാണ് നമുക്ക് എക്സംഷൻ കിട്ടുക. ഓക്കെ, ഫസ്റ്റ് ഇത് ആക്ച്വൽ എമൗണ്ട് ഓഫ് HR റിസീവ്ഡ്. അതായത് നമുക്ക് ക്വസ്റ്റനിൽ തരുന്ന എമൗണ്ടാണ് HR റിസീവ്ഡ് എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റനിൽ തരും. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കുമെങ്കിൽ പേടിക്കണ്ട. ഓക്കെ, നിങ്ങൾ തിയറി മനസ്സിലാക്കുക. ആക്ച്വൽ എമൗണ്ട് ഓഫ് HR റിസീവ്ഡ് ക്വസ്റ്റനിൽ നമുക്ക് തരും. രണ്ടാമത്തത് റെൻറ്റ് പെയ്ഡ് ഇൻ എക്സസ് ഓഫ് 10% ഓഫ് സാലറി. റെൻറ്റ് പെയ്ഡ് ഇൻ എക്സസ് ഓഫ് 10% ഓഫ് സാലറി. നമ്മുടെ ശമ്പളത്തിൻ്റെ 10% കൂടുതൽ റെൻറ്റ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മളെ സാലറി എന്താണെന്നുള്ളത് നമ്മളിവിടെ കാണണം. സാലറി ഈക്വൽ ഒരു ഇക്വേഷനൊക്കെ ഉണ്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാലറി കാണാൻ ഒരു ഇക്വേഷൻസ് ഉണ്ട് ഇവിടെ. അപ്പം ആ ഇക്വേഷൻ പ്രകാരം നമ്മളെ സാലറി എത്രയെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് സാലറിൻ്റെ 10% കാണണം. എന്നിട്ട് ആ റെൻറ്റ് കൊടുത്തത് സാലറിൻ്റെ 10%-ത്തേക്കാൾ കൂടുതലാണെങ്കിൽ എത്ര കൊടുത്തു അല്ലെങ്കിൽ എത്ര ഡിഫറൻസ് ഉണ്ട്, ആ എമൗണ്ടാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. എന്താണ് പറഞ്ഞത്, റെൻറ്റ് പെയ്ഡ് ഇൻ എക്സസ് ഓഫ് 10% ഓഫ് സാലറി. സാലറീൻ്റെ 10%-ത്തേക്കാൾ അതിൻ്റെ മണ്ടക്ക് നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ റെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡിഫറൻസ് എമൗണ്ട് നമ്മളിവിടെ കാണിക്കണം. ഓക്കെ, ആ ഡിഫറൻസ് എമൗണ്ട് ഇവിടെ കാണിക്കണം. മൂന്നാമത്തത്, നമ്മൾ താമസിക്കുന്നത് ഡൽഹിയിലോ അല്ലെങ്കിൽ ചെന്നൈയിലോ അല്ലെങ്കിൽ കൊൽക്കത്തയിലോ അല്ലെങ്കിൽ മുംബൈയിലോ ആണെങ്കിൽ സാലറീൻ്റെ 50% നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അത് മെട്രോ സിറ്റീസാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ചെന്നൈ, ഡൽഹി, കൊൽക്കത്ത ആൻഡ് മുംബൈ മെട്രോ സിറ്റീസാണ്. ഈ സിറ്റീസിലാണ് നമ്മൾ താമസിക്കുന്നത് എങ്കിൽ നമ്മൾ സാലറീൻ്റെ 50% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ കാണിക്കണം. അതല്ല, ഇനി സിറ്റി ഒന്നും പറയുന്നില്ല, അതർ സിറ്റീസാണ്, വേറെ എവിടെയും ഈ 4 അല്ലാതെ വേറെ ഏതെങ്കിലും സ്ഥലം തരാണെങ്കിൽ നമ്മൾ എത്ര കണ്ടാൽ മതി, 40% നമ്മൾ കണ്ടാൽ മതി. ഓക്കെ, 3 കണ്ടീഷനാണ് പറഞ്ഞു. ഒന്ന് ആക്ച്വൽ എമൗണ്ട് ഓഫ് HR റിസീവ്ഡ്, എത്രയാണ് നമ്മൾ HR റിസീവ് ചെയ്ത എമൗണ്ട് എത്രയാണെന്നുള്ളത് ക്വസ്റ്റനിൽ നമ്മൾ തരും, അത് നമ്മളിവിടെ ഡയറക്റ്റ് ചെയ്താൽ. രണ്ടാമത്തെ റെൻറ്റ് പെയ്ഡ് ഇൻ എക്സസ് ഓഫ് 10% ഓഫ് സാലറി, അല്ലേ സാലറീൻ്റെ 10%-ത്തേക്കാൾ കൂടുതൽ റെൻറ്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് എമൗണ്ട് കാണുക. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മെട്രോ സിറ്റിയിലാണ്, അതായത് താമസിക്കുന്നത് മെട്രോ സിറ്റിയിലാണെങ്കിൽ, അതായത് ചെന്നൈ, ഡൽഹി, കൊൽക്കത്ത, മുംബൈ ഈ 4 സ്ഥലങ്ങളിൽ എവിടെയെങ്കിലാണ് നമ്മൾ എങ്കിൽ സാലറീൻ്റെ 50% കാണണം. അതല്ല ഈ സിറ്റികളല്ലാത്ത മറ്റേതെങ്കിലും സിറ്റിയിലാണെങ്കിൽ നമ്മൾ എത്ര കണ്ടാൽ മതി, 40% കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആക്ച്വൽ എമൗണ്ട് ഓഫ് HR റിസീവ്ഡ് ഒരു 35,000 കിട്ടി. പിന്നെ റെൻറ്റ് പെയ്ഡ് ഇൻ എക്സസ് ഓഫ് 10% ഓഫ് സാലറി എന്ന് പറയുമ്പോൾ നമുക്കൊരു 10,000 കിട്ടി. പിന്നെ 50% അല്ലെങ്കിൽ 40 നമുക്കൊരു എത്ര കിട്ടി, ഒരു 20,000 കിട്ടി. അപ്പോൾ ഏതൊക്കെയാണ് ഇവിടെ മുകളിൽ നമുക്കൊരു 50,000 വെക്കാം. ആക്ച്വൽ എമൗണ്ട് ഓഫ് HR റിസീവ്ഡ് 50,000 വെക്കാം, 50,000 വെക്കാം. പിന്നെ റെൻറ്റ് പെയ്ഡ് നമുക്കൊരു 10,000 വെക്കാം. പിന്നെ ഒരു സാലറീൻ്റെ, അതായത് മെട്രോ സിറ്റിയിലാണെന്ന് വെക്കുക താമസം, അപ്പോൾ 50% സാലറീൻ്റെ 50%. അപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു 20,000 കിട്ടി. ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റത്തെ കണ്ടീഷൻ 50, രണ്ടാമത്തത് 10, മൂന്നാമത്തെ 20,000. ഇതിലേറ്റവും ചെറിയ എമൗണ്ട് ഏതാണ്, 10,000. ഏത് റെൻറ്റ് പെയ്ഡ് ഇൻ എക്സസ് ഓഫ് 10% ഓഫ് സാലറി 10,000 കിട്ടി. അപ്പോൾ ആ 10,000 മാത്രമേ അവിടെ എന്ത് കിട്ടുള്ളൂ, എക്സംഷൻ കിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം, ടാക്സ് കൊടുക്കണം. അതാണ് പറഞ്ഞത് പാർട്ട്ലി എക്സംപ്റ്റഡ് ആണല്ലേ, ഭാഗികമായിട്ട് നമ്മൾ ടാക്സ് കൊടുക്കണം. അതാണ് ലീസ്റ്റ് ഓഫ് ദി ഫോളോവിങ് ഷാൾ ബി എക്സംപ്റ്റഡ്. ലീസ്റ്റ് ഓഫ് ദി ഫോളോവിങ്, താഴെ പറയുന്നതിൽ ഏറ്റവും ലീസ്റ്റ്, ചെറിയത് ഏതാണ്, ലീസ്റ്റ് എമൗണ്ട് ഏതാണ്, ആ ലീസ്റ്റ് എമൗണ്ടാണ് നമുക്ക് എന്ത് കിട്ടുക, എക്സംഷൻ കിട്ടുക. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം,
നിർബന്ധമായിട്ടും നിങ്ങൾ കാണാതെ പഠിക്കണം ഈ 3 കണ്ടീഷൻസും. ഓക്കെ, ആക്ച്വലി എമൗണ്ട് ഓഫ് HR റിസീവ്ഡ്, റെൻറ്റ് പെയ്ഡ് ഇൻ എക്സ് ഓഫ് 10% ഓഫ് സാലറി, 50 ഇൻ കേസ് ഓഫ് മെട്രോ സിറ്റീസ് ആൻഡ് 40 ഇൻ കേസ് ഓഫ് അതർ സിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയുള്ളത് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആണ്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അലവൻസ് ഫസ്റ്റ്ലി ഇൻക്ലൂഡഡ് അണ്ടർ ദി ഹെഡ് സാലറി ദെൻ ഡിഡക്റ്റ് ഫ്രം ടോട്ടൽ ഇൻകം. അതായത് സാലറി എന്ന് പറഞ്ഞാൽ ഹെഡിലാണ് ഇത് ഉൾക്കൊള്ളുക. എന്നിട്ട് നമ്മളിത് എവിടെ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം? ടോട്ടൽ ഇൻകത്ത് നമ്മളിത് മൈനസ് ചെയ്യണം. ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് എംപ്ലോയി ഇറ്റ് ഈസ് നോട്ട് ഫുള്ളി ടാക്സബിൾ. In case of government employee, least of the following is exempt from tax. In case of private employee, it is fully taxable. പ്രൈവറ്റ് എംപ്ലോയിൻ്റെ കേസിൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഫുള്ള് ടാക്സബിൾ ആണ്. ഒരു പ്രൈവറ്റ് എംപ്ലോയി ആണ് നിങ്ങൾക്ക് കോസ്റ്റിൽ തന്നിക്കണമെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഉണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്ന് പറഞ്ഞിട്ട് ടാക്സബിൾ എമൗണ്ട് ആയിട്ട് കാണിക്കണം. എന്നാൽ അതൊരു ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ഈ താഴെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് അതിൽ ഏറ്റവും ചെറുതാണ് ടാക്സബിൾ ആയിട്ട് കൊടുക്കാൻ കഴിയുള്ളൂ അല്ലേ? അതായത് ഇൻ കേസ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയി ദ ലീസ്റ്റ് ഓഫ് ദി ഫോളോവിങ് മീൻസ് ഏറ്റവും ചെറിയത് എക്സെംപ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. നേരത്തെ നമ്മൾ HRAയിൽ ചെയ്ത പോലെ തന്നെ ഈ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ഈ 3 കണ്ടീഷൻ നോക്കിയിട്ട് അതിൽ ഏറ്റവും ചെറുത് ഏതാണ് ആ ചെറിയ എമൗണ്ട് എന്ത് കിട്ടും? എക്സംഷൻ. ഫസ്റ്റത്തെ ₹5,000, രണ്ടാമത്തത് 20% ഓഫ് ബേസിക് സാലറി. നമ്മുടെ ബേസിക് സാലറിൻ്റെ 20% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. മൂന്നാമത്തത് എമൗണ്ട് ഓഫ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഗ്രാൻഡഡ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയറിൽ നമുക്ക് എത്രയാണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് അനുവദിച്ചിട്ടുള്ളത് നോക്കും. അങ്ങനെ ഈ 3 കണ്ടീഷൻ. ഇപ്പോൾ ഒന്നാമത്തെ ഫിക്സഡ് ആണ് 5,000 എന്നുള്ളത്. രണ്ടാമത്തെ നമ്മൾ ബേസിക് സാലറി ഓരോ ആളുകൾക്കും ക്വസ്റ്റ്യനിൽ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം 20%. അപ്പോൾ ബേസിക് സാലറി എന്താണെന്നുള്ളത് നമുക്ക് ഇക്വേഷൻ പറഞ്ഞു തരും ഞാൻ. അങ്ങനെ ആ 20% കാണും. എന്നിട്ട് അത് കണ്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് കാണും? പ്രീവിയസ് ഇയറിൽ എത്രയാണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആയിട്ട് എമൗണ്ട് അനുവദിച്ചിട്ടുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. ഇത് 3 കാര്യങ്ങൾ നോക്കിയിട്ട് ഇതിൽ ഏറ്റവും ചെറുത് ഏതാണോ ആ ചെറുതാണ് നമുക്ക് എന്ത് കിട്ടുക? എക്സംഷൻ കിട്ടുക. ബാക്കി നമ്മൾ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. അതാണ് എന്ത്? എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രൈവറ്റ് എംപ്ലോയി ആണെങ്കിൽ ഫുള്ളി ടാക്സബിൾ ആണ്. ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിലാണ് ഈ 3 കണ്ടീഷൻസ് എന്ത് ചെയ്യുള്ളൂ? അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നെടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ സാലറിയാണ് അല്ലേ? സാലറിയിൽ അലവൻസസ് എന്ന് പറഞ്ഞ ഭാഗമാണ്. അലവൻസ് 3 തരമുണ്ട്. പാർട്ട്ലി എക്സംപ്റ്റഡ്, ഫുള്ളി ടാക്സബിൾ. അതിൽ പാർട്ട്ലി എക്സംപ്റ്റഡിൽ നമ്മൾ 3 കാര്യം ഡിസ്കസ് ചെയ്തു. HRA ഡിസ്കസ് ചെയ്തു. ഹൗസ് റെൻ്റ് അലവൻസ് എന്താണെന്ന് മീനിങ് പറഞ്ഞു. അതിൻ്റെ കാൽക്കുലേഷൻ പറഞ്ഞു. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൽ തന്നെ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്താണെന്ന് പറഞ്ഞു അല്ലേ? എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഇതിലൊരു കാര്യം കൂടി നമുക്കിനി പറയാനുണ്ട്. സ്പെഷ്യൽ അലവൻസ്. അത് ഒത്തിരി പോയിന്റ് ഉള്ളതുകൊണ്ട് ഞാൻ നിർത്തിയതാണ്. നാളെ സ്പെഷ്യൽ അലവൻസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്നെടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം മക്കളെ. HRA വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വീണ്ടും ഞാൻ പറയുകയാണ്, ഹൗസ് റെൻ്റ് അലവൻസ് ഇല്ലാത്തൊരു ക്വസ്റ്റൻ പേപ്പർ ഇൻകം ടാക്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇൻകം ടാക്സ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എല്ലാ ക്വസ്റ്റൻ പേപ്പറിലും HRA കാൽക്കുലേഷൻ ഉണ്ടാകും. ഇനിയിപ്പോൾ സാലറീൻ്റെ പ്രോബ്ലം വരികയാണെങ്കിലും ടോട്ടൽ ഗ്രോസ് സാലറി കാണാനുള്ള ക്വസ്റ്റൻ ആണെങ്കിലും അതിലും എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? HRA കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഹൗസ് റെൻ്റ് അലവൻസ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.